എടുത്തി പോയിക്കോ. പോണം. കല്യാണ മണ്ഡപത്തിലേക്കല്ല, മോള് പറഞ്ഞ ദൈവത്തെ കാണാൻ. എന്റെ കണ്ണേട്ടന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല പാവത്തിന്. എന്നുവെച്ചാ ആകാശം ഇടിഞ്ഞ് വീണാലും ഉണ്ണി കാർത്തോനെ കെട്ടുന്ന് പറഞ്ഞോണ്ട് നടന്ന ആളാ. കണ്ണേട്ടൻ എപ്പോഴും പറയുന്നതാ സത്യം. മണ്ണും നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും ചതിക്കില്ല. എന്നാ മനുഷ്യർ ചതിക്കും മോളെ. എന്റെ കൊച്ചിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയാത്തത്. വഴിയരികെ ഇന്ന് കോരിയെടുത്തോണ്ട് വന്നപ്പോ നിന്റെ പെണ്ണല്ല പെങ്ങളാണെന്ന് ഉണ്ണിയോട് പറഞ്ഞ് വളർത്തേണ്ടതായിരുന്നു. എന്തോ നാവിന്നത് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടതാ ഇപ്പൊ കിടന്ന് ഉരുകുന്നു. എന്നാ അവനെന്നെ കല്യാണം വിളിച്ച പോലുമില്ല. ഹരിദാസും ജമാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒന്ന് പോയി മുഖം കാണിക്കാം, എന്നിട്ട് തിരിച്ചു പോരണം. ഈ സമയത്ത് ജയിലിനകത്ത് കിടന്ന് ഒരാത്മാവ് വേദനിക്കാം. പവിത്രയും പോകുന്നില്ല എന്നാ പറഞ്ഞേ കല്യാണത്തിന്. എന്തിനാ പോകുന്നേ? പോയാലും മതിലകത്തെ മൂത്ത മരുമകളെ അന്യായിട്ടേ കാണും, സ്വന്തം അമ്മായിയമ്മ പോലും. നിങ്ങളാരും വിവാഹത്തിന് പോയില്ലേ? കുട്ടേട്ടൻ പോകുന്നുണ്ട്. പിന്നെ ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ആ വീട്ടിലൊരു അംഗം തന്നെയായിരുന്നു ഞാനും. അങ്ങനെയുള്ളപ്പോ കണ്ണേട്ടനില്ലാത്ത കല്യാണത്തിന് ഏട്ടന് പകരമായി നിൽക്കണം പപ്പേട്ടൻ എന്ന് പറയുമെന്ന് തോന്നി. അങ്ങനെ ചിന്തിച്ചു. ഒരു കണക്കിന് ഉണ്ണി ഒന്നങ്ങനെ പറയാതിരുന്നത് നന്നായി. കണ്ണനും പവിത്രയില്ലാത്ത കല്യാണത്തിന് എനിക്കെന്താ പ്രസക്തി? അവിടെ പോയി കോമാളിയെ പോലെ നിന്നിട്ട് എന്താ കാര്യം? കാവിശ്ശേരി കരുണന്റെ സംസാരത്തിന് ചിലപ്പോ എനിക്കവിടെ കരണത്തടിക്കേണ്ടി വരും. അത്രയ്ക്ക് വിങ്ങലുണ്ട്. സഹിക്കാൻ പറ്റാണ്ടായ നമ്മളും മനുഷ്യരല്ലേ സാറേ, പരിസരം മറന്നു പോവില്ലേ? പവിത്രയും മറ്റോളും വന്നില്ലേ? ഒരുത്തിയുടെ കാലൊടിഞ്ഞു കിടക്കല്ലേ. പിന്നെ മറ്റോള് വരുവോ വരില്ലേ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. വരാതിരുന്ന അത്രയും നല്ലത്. എന്നാലും ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കാതിരിക്കാൻ അവൾക്ക് ഇവിടെ വന്നൊന്ന് തല കാണിക്കരുതായിരുന്നോ ചേച്ചി? ഒരുത്തൻ ജയിലിലാന്ന് വെച്ച് ബന്ധം ഒറ്റുപോവോ? കുടുംബത്തിൽ പറക്കാത്ത അവിടെയൊന്നും കാര്യം പറയല്ലേ സുശീലേ. തലതിരിഞ്ഞ ജന്മങ്ങളാ. വീട് മുടിക്കാനായിട്ട് വീട്ടിനകത്ത് കയറി കൂടിയ ജന്മങ്ങള്. എന്റെ അധ്വാനം കൊണ്ട് മോടി പിടിപ്പിച്ച വീട്. അവിടെ നിങ്ങളെ ആർക്കും ഭരിക്കാനുള്ള അവകാശമൊന്നുമില്ല. അതുകൊണ്ടേ അവളുടെ ഭരണമൊക്കെ അവളുടെ വീട്ടിൽ മതി. അതെ, അവളെ വകവെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല. മോളെ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കരുത്. ചുട്ട മറുപടി കൊടുക്കണം. യുദ്ധത്തിന് ഞങ്ങളില്ല. പിന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ആരായാലും പ്രതികരിച്ചു പോവില്ലേ കണ്ണേട്ടാ? ഇപ്പൊ സമയം 10 കാണുമല്ലേ? ഇപ്പോ താലികെട്ടായിരിക്കും.
കുറിച്ചെന്നെ ചിന്തിച്ചുകൊണ്ട് കിടക്കും. പറഞ്ഞിട്ടില്ല വീണ കാര്യമൊന്നും. എന്നുവെച്ചാ കാർത്തൂന്റെ ശരീരം ചെറുതായിട്ടൊന്നും നൊന്താ അതിനേക്കാൾ വേദനയായിരിക്കും കണ്ണേട്ടന്. അതുകൊണ്ട് മനഃപൂർവ്വം പറയാതിരുന്നതാ. ഇനിയിപ്പോ പുതിയ മരുമോള് വരും. അവളിനി ഏതൊക്കെ രീതിയിൽ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുമെന്നറിയില്ല. കണ്ണേട്ടൻ വരുന്നവരെ പിടിച്ചു നിൽക്കാൻ പാടാ. കാർത്തൂന് മാത്രമല്ല എനിക്കും. എന്നാ ശരി. ആ അത് സുധ പറഞ്ഞത് നേരാ. കത്തിച്ചു വെച്ച നിലവിളക്കുമായി വരുന്നവള് അത് കൈമാറുമ്പോ ചിലപ്പോ ഊതിക്കെടുത്തും. വീടിനകത്തൊരു അപശകനം കയറിയെന്നറിയിക്കാൻ. ഇതൊക്കെ എനിക്ക് അറിയാം എന്റെ സുശീലേ. ഞാൻ നോക്കി കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. വാട്സാപ്പിൽ ഷെയർ ചെയ്യണേ. നീ പുറപ്പെടാൻ സമയമായി, വാ ഇറങ്ങ്. അപ്പൊ മറക്കല്ലേ? ആ ശരി. വന്നേ. നിൽക്കുന്ന ഞങ്ങളുടെ മോളെ ഇത്രയും കാലം ഞങ്ങൾ പൊന്നുപോലെയല്ലേ വളർത്തിയത്. ഞാൻ ആരാടാ വിജിത മോളുടെ? മോൾ എങ്ങോട്ടായി വരുന്നേ? അതൊക്കെ അറിയാൻ ചേച്ചി. എന്നാലും നെഞ്ചും കൂടിനകത്തൊരു നീറ്റല്. ഒരു ദിവസം പോലും ഞങ്ങൾ ഞങ്ങളുടെ മോളെ പിരിഞ്ഞിരുന്നിട്ടില്ല. മരുമോനെ, ഡോക്ടറുണ്ണി, ഇനിയെല്ലാം നിന്റെ കയ്യില. ഞങ്ങളുടെ മോളുടെ സങ്കടവും സമാധാനവും ഒക്കെ. കരയല്ലേ മോളെ, കരയാതെ പിടിച്ചെങ്കിൽ അമ്മയെ കരയിപ്പിക്കല്ലേ. ആഹാരം കാണാതെ കിടക്കുന്നവരല്ല, പക്ഷേ അവിടെ ചിലരുടെ സംസാരം കേട്ടപ്പോ അങ്ങനെ തോന്നി. കൊയ്ത്ത് കഴിയുമ്പോ ഒരു വർഷം ഉണ്ണാനുള്ള കണ്ണൻ തന്നിരുന്നത്. എന്നിട്ട് കാവിശ്ശേരിലൊരുത്തന്റെ പറിച്ചിൽ കേട്ടപ്പോ ശരീരം ആകെ വിറയില് കയറി വന്നതാ. കാവിശ്ശേരി കരുണൻ എന്നാ ഈ പത്രാസ് ഉണ്ടായെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എങ്ങനെയാ അയാൾ കാശുകാരനായെന്നും അറിയാം. കണ്ണേട്ടനെ ജയിലിൽ കിടത്തിയതിന് അവന്റെ പള്ളയ്ക്ക് കത്തി കയറ്റുക വേണ്ടത്. അവര് വരാറായി. ഞാൻ നിലവിളക്ക് ഒരുക്കി വെക്കട്ടെ. പുതുപ്പെണ്ണ് വലുതുകാല് വെച്ച് കയറുമ്പോ കാലന്റെ മുഖമായിട്ട് നിൽക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കണേ. മാറി നിൽക്കാൻ. മോളുവാ. മോളെ, മോള് പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കേ. എങ്കിലും ഏടത്തേക്കൊന്ന് വരായിരുന്നു, താലികെട്ട സമയത്തെങ്കിലും. കൂട്ടിനില്ല, അതുകൊണ്ടാ ഞാൻ. ഓ, നീ ഇവിടെ കൂട്ടിനില്ലെങ്കിലേ അവളെ കാക്കവത്തിക്കൊണ്ട് പോടി.
ഉണ്ണിയുടെ കൂട്ടുകാർ നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഏട്ടത്തി, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ദിവസം ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇവിടെയൊക്കെ മനസ്സിലിരിപ്പുണ്ടോ മക്കളെ? ഒരുത്തം പോയി ജയിലിൽ കിടക്കുന്നത്. സദ്യയുടെ ബാക്കി കൊണ്ടുവരും, അത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങ. നിങ്ങൾ കേറി വാ. നന്നായി പ്രാർത്ഥിച്ചോ? എന്ത് പ്രാർത്ഥിച്ചാൽ എന്താ? കേറി വന്നപ്പോ തന്നെ മനസ്സിന് സന്തോഷമുള്ള കാര്യമല്ലേ സംഭവിച്ചത്. ഞാനിവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ തൊഴുത്തിൽ കിടക്കണ്ടവളാ. അല്ല, അവിടെ കിടന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പശുക്കള് പാല് തരും, ഇവള് തരുന്നതോ ദുരന്തങ്ങൾ മാത്രം. അത് ഈ വീട്ടിലുള്ള ഒരുത്തന് അറിയാൻ കഴിയാതെ പോയി. അതിനവന് കിട്ടുകയും ചെയ്തു. കാലൊക്കെ ശരിയായി കാണും. ജോലിയൊന്നും ചെയ്യാതിരിക്കാനുള്ള കള്ളത്തരമായി കിടപ്പ്. കടത്തി തരാടി നിന്നെ ഞാൻ, കടത്തി തരാം. മര്യാദക്ക് എഴുന്നേറ്റ് നടന്നോണം, ഇല്ലെങ്കിലേ നിന്റെ അടുത്ത കാലം കൂടെ ഞാൻ തല്ലിയടിക്കും. അളിയാ, നിന്റെ കരുണനങ്ങളുണ്ടല്ലോ ഓരോ ഒന്നൊന്നര അങ്ക്ള. കല്യാണത്തിന് മുൻപ് ഞങ്ങളുടെ പൾസ് മനസ്സിലാക്കി പൊട്ടിച്ചു തന്ന ഒരു കൂടിയ സാധനമാ സ്കോച്ച്. അതുകൊണ്ടാ സ്മെല്ല് പോലും കിട്ടാഞ്ഞ. നീ അതൊന്നും കഴിക്കത്തില്ല, അതാ അങ്ങേരുടെ പരാതി. സത്യം ഞങ്ങൾക്കല്ലേ അറിയൂ. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനൊന്നും സംസാരിക്കണ്ട. അളിയൻ ഇപ്പൊ കാണിച്ച ബുദ്ധിയാ. നിനക്ക് ചേരേണ്ടവളെ തന്നെ നീ കെട്ടിയേ. ഞങ്ങളൊക്കെ ഡോക്ടേഴ്സായി ഓരോ ഹോസ്പിറ്റലിൽ കയറിയപ്പോ നീ ഒരു ഹോസ്പിറ്റലിന്റെ MD ആയി. ഭാഗ്യവാൻ. നിങ്ങളെല്ലാവരും ഹോട്ടലിലല്ലേ താമസം? വേണമെങ്കിൽ പറഞ്ഞാ മതി, കറികൾ ഉണ്ടാക്കി കൊടുത്തുവിടാം. കാർത്തൂനെ നീ കെട്ടാത്തതിന്റെ കലിപ്പുണ്ട ഏട്ടത്തിക്ക് ഒരു കാര്യം ചെയ്. അവൾക്ക് നിന്നോടെന്തായാലും പ്രേമം തന്നെയല്ലേ, അപ്പൊ പിന്നെ അവൾ ഇവിടെ നിക്കട്ടെ. ഇതൊക്കെ ഒരു സമയാളിയാ, ദൈവം തന്ന അവസര. മതി, ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക്. അത് കേട്ടപ്പോൾ സുഖം ഉണ്ടല്ലേ. ദിവസം കണ്ട പിന്നെ പാമ്പുകടി ഏറ്റത് തന്നെ. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവളെ ആരുടെയെങ്കിലും കൂടെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതായിരുന്നു. അയ്യോ, അവള് ഡോക്ടറെയല്ലേ കെട്ടു. അങ്ങനെ പറഞ്ഞു വെച്ചു പോയില്ലേ ഒരുത്തൻ. അല്ലെങ്കിൽ എന്നെ അവള് വേറൊരുത്തനെ കെട്ടുകയും ചെയ്താനെ അവൻ ഈ കർക്കിടകത്തിൽ കർമ്മം ചെയ്യേണ്ടി വന്നേനെ. എന്തായാലും മോളൊന്ന് ഉത്സാഹിക്ക്, അവളെ പറഞ്ഞുവിടാൻ. അപ്പച്ചി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം. ഇനിയിപ്പൊ ഏതായാലും ഈ കുടുംബത്തിന്റെ പകുതി ദോഷം തീർന്നു എന്ന് വെച്ചാ എന്റെ മോളിങ് വന്നല്ലോ. നിനക്കെന്താടാ ഒന്നും കഴിക്കണ്ടേ? അതോ നീ പട്ടിണി കിടന്ന് ചാവാൻ പോവാണോ? എന്താടാ ഒന്നും പറയാത്തെ? എനിക്ക് വേണ്ട സാറേ. ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കാതെ എഴുന്നേറ്റ് വരാൻ നോക്കടാ. സാറേ, എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ. എടാ, ഞങ്ങള് വാർഡന്മാരുടെ കയ്യിന്നോ ജയിൽ പുള്ളികളുടെ കയ്യിന്നോ രണ്ടെണ്ണം കൊള്ളാൻ നിനക്ക് ആവത് വേണോടാ. അതിനു വേണ്ടിയിട്ടാ നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. എനിക്കറിയാം സാറേ, വെറുതെ കഴിക്കുന്ന ശീലം പണ്ടേ ഇല്ല. നന്നായിട്ട് വിശന്നാലേ കഴിക്കാറുള്ളൂ. നേരെ ചൊവ്വേ ആഹാരം കഴിക്കുന്നുമില്ല, ഉറക്കവും ഇല്ല. ഇന്നലെ അർദ്ധരാത്രി വരുമ്പോഴും നീ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആത്മഹത്യയാണോ അതോ ജയിൽ ചാട്ടമാണോ?
എന്താടാ മനസ്സില്? ഓ, കഞ്ചാവ് കേസിലാണല്ലോ പിടിക്കപ്പെട്ടത്. പുക അകത്തേക്ക് ചെല്ലാത്തോണ്ട് എന്തെങ്കിലും ശ്വാസം മുട്ടലുണ്ടോടാ? ഞാൻ പുക വലിക്കാറില്ല സാർ. ഇല്ലില്ല, വിഴുങ്ങാറേ ഉള്ളൂ. നീ നിരപരാധി ആയതുകൊണ്ടല്ലേ ഇതിനകത്ത് വന്ന് കിടക്കണേ. ദേ, എന്തെങ്കിലും തോന്നിവാസം കാണിച്ച പിന്നെ വയറ് വിശന്നാലും നിനക്കൊന്നും കഴിക്കാൻ പറ്റില്ല. തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങത്തില്ല. അതെ, കഥ കിടക്കണ്ടേ? ഉള്ളിന്റെ ഉള്ളില് അവളോട് സ്നേഹം. അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിന്നെ കേട്ടോ? ഇത്രയും ദിവസം ഇതുപോലെ ചോദ്യം ചോദിച്ച് നീ എന്നെ ശല്യം ചെയ്തിട്ടില്ല. ഇപ്പൊ എന്റെ മേൽ അവകാശമായപ്പോ നീ നിന്റെ ശൈലി മാറ്റുവാണോ? നമ്മൾ പരസ്പര ധാരണയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ ബന്ധത്തിന് തകരാറുണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്നു മുതല് ഈ അനാവശ്യ സംശയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. തലവേദന. ഇന്നലെ വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞു എന്റെ കല്യാണക്കാര്യം. ഞാൻ സംസാരം വഴിമാറ്റി വിടുകയായിരുന്നു. എന്നെ നേരിട്ട് കിട്ടിയാൽ ചിലപ്പോ പിടിച്ച് കെട്ടിച്ചിട്ടേ വിടൂ. അതുകൊണ്ട് ഇപ്പൊ അവധി ദിവസം പോലും വീട്ടിലേക്ക് പോകാതിരിക്കാം. ഇവിടെ കാർത്തൂന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നിന്റെ വീട്ടുകാര് കാർത്തൂന് ഇഷ്ടപ്പെടും. ഏതായാലും ഒരു പെണ്ണുകാണൽ ചടങ്ങൊക്കെ വേണ്ടിവരും. ആ നേരത്ത് അവളുടെ പാസ്റ്റ് നിന്റെ വീട്ടുകാരോട് പറഞ്ഞേ പറ്റും. അതൊക്കെ കേൾക്കുമ്പോ ഏത് വീട്ടുകാരായാലും ഒന്ന് മുഖം ധരിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ണേട്ടൻ പറഞ്ഞാൽ കാർത്തു കേൾക്കും. കണ്ണേട്ടന് കാര്യം അറിയാം, എങ്കിലും ഒന്നുകൂടെ കാണണം. ഇപ്പൊ മനസ്സിനകത്തൊരു ഭാരമുണ്ട് കാർത്തൂനെ കാണാത്തോണ്ട്. ആ വീഴ്ചയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിലോ പാടവരമ്പത്തോ വെച്ച് ദർശനം തന്നോണ്ടിരുന്നത്. ഇനി എന്നാണ് എന്നോ ആ മുഖം ഒന്ന് കാണാൻ കഴിയുക. നാളെയും ഞാൻ ഈ ക്ഷേത്രമുറ്റത്തുണ്ടാവും. കണ്ടില്ലെങ്കിൽ ദേവിയോട് പരാതി പറഞ്ഞിട്ട് മടങ്ങണം. എന്നാ പിന്നെ ഞൊണ്ടിക്കാലാന്നും പറഞ്ഞ് എഴുതി കൊടുക്കടി, പെൻഷൻ കിട്ടും. പ്രീതി സമ്പാദിക്കുന്നത്, കണ്ണേട്ടൻ ജയിലിൽ കിടക്കുന്നത് നമുക്ക് സഹിക്കുന്നില്ല എടുത്തി. അതിനപ്പുറം ഇനിയൊരു വേദന വരാനില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അധിക നേരവും അടുക്കള ഭാഗത്ത് തന്നെ ഒതുങ്ങിക്കൂടാ. പിന്നെ ആർക്കും പരാതി ഉണ്ടാവില്ലല്ലോ. മനസ്സിലായാലും ഇവിടെ സ്വഭാവം. അതുകൊണ്ട് ഈ മുറിയിലേക്ക് ഇനി അധികം വരണ്ട. ഇതിനു മുമ്പ് ഇവിടെ കിടന്ന് കറക്കായിരുന്നു അറിയാം.
അത് വേണ്ടെന്നാ ഉണ്ണിയേട്ടൻ പറഞ്ഞത്. ഇവൾക്ക് മലയാളം മനസ്സിലാവോ? എന്തിനാടി ആ പാവത്തിനോട് തട്ടിക്കയറുന്നത്? ഓ, അപ്പൊ സിമ്പതി കുറഞ്ഞിട്ടില്ല. ഇപ്പോഴത് മോളുടെ വീട്ടിൽ നിന്ന് എല്ലാരും പുറപ്പെട്ട് കഴിഞ്ഞു. അവര് വരുമ്പോഴേക്ക് എല്ലാം ശരിയാക്കി വെക്കണം. ഇരുമ്പൊലൊക്കെ പോലെ നിക്കല്ലേ, വെറുതെ നിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യടി. മോളെ അവള് വഴക്കു പറഞ്ഞല്ലേ വിജിത? ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാവും. ഏടത്തി അതൊന്നും കാര്യമാക്കണ്ട. ഇനി കുറെ എണ്ണം വരുന്നുണ്ട്. അത് എന്തിനാണോ എന്തോ. വന്നത് പിടിച്ചിട്ടില്ല. അതെന്ത് പറഞ്ഞില്ല മോളെ? നിന്നെ പിടിക്കാത്തവരെയൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളണം. അല്ലേ കോടികളാ കെട്ടിയോന് കൊടുത്തിരിക്കുന്നത്. ഉണ്ണിമോനെ, കേക്ക് കാവിശ്ശേരി കരുണാകരൻ ആശുപത്രി 250 പവൻ ദേഹത്ത്, ബാക്കി 100 സ്വർണ്ണ ചെല്ലത്തില്, ബാങ്ക് ലോക്കറിൽ വേറെയും. എന്നിട്ടാ എന്റെ മോടെ മുഖത്ത് സന്തോഷമില്ലാത്തത്. അയ്യോ, അതേപ്പറ്റി ഒന്നും പറയണ്ട എന്റെ കരുണ. രാവിലെ ഉറങ്ങാൻ പോലും വിജിത മോളെ ഇവിടെ ഒരുത്തി സമ്മതിച്ചിട്ടില്ല. 6 മണി കഴിഞ്ഞപ്പോഴേ ചായ ആയിട്ട് വന്നിരിക്കുന്നു. ചേച്ചിക്ക് അറിയത്തില്ലേ, രാവിലെ ഇളം വെയിൽ തട്ടാതെ മോള് എഴുന്നേക്കത്തില്ല. എനിക്കെന്ന് നിന്റെ കെട്ടിയോൻ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല വല്യമ്മേ. അവൾ അത്രയ്ക്ക് കുഴപ്പക്കാരിയൊന്നും അല്ല. തുടങ്ങി കല്യാണം കഴിഞ്ഞപ്പോ മരുമകൻ ചോട് മാറ്റാൻ തുടങ്ങി. അതെ, ഇപ്പൊ MD ആണ് എവിടത്തെ KK ഹോസ്പിറ്റലിന്റെ. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നത് ഹുങ്കത്തരമൊന്നുമല്ല, ഒന്ന് ഓർക്കാൻ വേണ്ടി തന്നെയാ. ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ മോക്ക് നല്ല ഭക്ഷണം കിട്ടിയില്ല. രാവിലെ ആയപ്പോഴോ അവളെ ഉറങ്ങാനും സമ്മതിച്ചില്ല. അതിന്റെ കാരണക്കാരെ മോൻ നിലയ്ക്ക് നിർത്തണം. എല്ലാരും കേറി വാ. രാവിലെ 2 എണ്ണത്തിന് ഞാൻ അടുക്കള കയറ്റിയിട്ടുണ്ട്. കഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വാ. അതെ, വെള്ളത്തിലിട്ടാ മുട്ട പുഴിയും കിട്ടുമല്ലോ. അതുകൊണ്ട് ഇത് മാത്രം കഴിക്കാം. കറിയൊക്കെ കണക്കായിരിക്കും. എടി, വെള്ളത്തിനകത്ത് കുറച്ച് അരപ്പിട്ടാ കറിയാവില്ല. അത് പിന്നെ വിളമ്പുന്നവരുടെ മോന്തക്കൊഴിക്കാനേ കൊള്ളാവൂ. ഇതിന് നല്ല മയമുണ്ട്. കടലക്കറിയും കൊള്ളാം. ഉണ്ണിക്കുട്ട, ഡോക്ടർ ഉണ്ണിക്കുട്ട, മുതിർന്നവരാണ് മുന്നില്. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കണോ? അല്ല, നിനക്ക് പാചകം നല്ല വശമാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോ നിന്റെ ടേസ്റ്റ് അനുസരിച്ച് നിനക്കുണ്ടാക്കി കഴിക്കരുത്. ഇവരറിയണം. എന്നിട്ട് അതനുസരിച്ച് ഓരോന്നുണ്ടാക്കി അവക്ക് വിളമ്പണം. അപ്പൊ ഇവള് പറയും കൊള്ളാവോ കൊള്ളില്ല എന്നൊക്കെ. കൊള്ളില്ല എന്ന് ഇവള് പറഞ്ഞാൽ കൊള്ളാവെന്ന് പറയുന്നത് വരെ ചേരുവ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാം ചേരുംപടി ചേരുമ്പോ നിന്റെ ഏട്ടത്തിയമ്മയും ഇവക്ക് കൊള്ളാം. ഞാൻ പറയുന്നത് വല്ലതും ഡോക്ടർ മരുമോന് മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ട് തന്നെ എന്റെ മോൾ ഇന്നലെ രാത്രി പട്ടിണി കിടന്നത്. എടി, നേരെ ചൊവ്വ ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലോ. ഞാനിതൊന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് ഒരുത്തിയെ കൂടെ കാണാനുണ്ട്. നല്ല അപ്പവും കറി ഇല്ലേ ഡിസുതേ? അവള് പോയി, പിന്നെ ഉള്ളത് പറയുന്നോണ്ട് എന്താ? സുധേ, 2 അപ്പം കൂടി എടുക്ക്. കൊള്ളൊന്നുമില്ല, പിന്നെ എന്നാലും നല്ല വിശപ്പ്. എന്തുണ്ടാക്കി വെച്ചാലും അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നറിയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി നന്നാക്കാനാ നോക്കിയത്. അപ്പം ദോശയൊക്കെ നല്ല മയായിരുന്നു. എന്നിട്ടും സംസാരത്തിന് ഒരു മയവും ഇല്ല. എടുത്തി വരുന്നുണ്ട്.
ആഹാ, ഇവളിവിടെ ഉണ്ടായിരുന്നോ? ഇല്ലത്തെ അന്തർജനമായതുകൊണ്ടായിരിക്കും മുഖം തരാതിരുന്നത്. കാലൊക്കെ സുഖപ്പെട്ടോടി? ഇത്തിരി വേദനയുണ്ട് നടക്കുമ്പോ. എന്നാ പിന്നെ ഓടാൻ മേലായിരുന്നു. ഓൾ ഈ വീടിന്റെ മരുമോള. അതിന്റെ അന്തസ് നീയൊക്കെ കാണിക്കണം. മതിലകത്തുള്ളവര് വഴിപിഴച്ച പെണ്ണുങ്ങളാണെന്ന് പുറത്തുള്ളവര് പറഞ്ഞാലേ അത് എന്റെ മോളെ കൂടിയാ ബാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണേട്ടൻ പറയാറുണ്ട് മാമിയുടെയും വീട്ടുകാരുടെയും ചരിത്രം. അതൊന്നും എന്റെ നാവിന്ന് പുറത്തു വരാനുള്ള അവസരം ഉണ്ടാക്കരുത്. സുധേ, ഇവളാള് കൊള്ളാലോടി. കാഴ്ചക്ക് കൊള്ളാം, കയ്യിലിരിപ്പാ മോശം. പറയടി, നീ പറയേ. നീ പറഞ്ഞു ഒരുത്തനെ ജയിലിലാക്കി. ഷാപ്പില് കറി വെക്കുന്നതേ അത്ര വലിയ മോശം പണിയൊന്നുമല്ല. എന്റെ അച്ഛൻ അത് ചെയ്തിരുന്നെന്ന് ഞാൻ ആരോടും പറയും. 2 പെൺമക്കളെ പോറ്റാൻ അച്ഛൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതേ ഷാപ്പിൽ നിന്നും കടം വാങ്ങിയും അല്ലാതെയും കുടിച്ചുടുതുണി പോലും ഇല്ലാതെ കിടന്നിരുന്ന നിങ്ങളുടെ 2 ആളുടെ അച്ഛനെ പലപ്പോഴും രാത്രികാലങ്ങളിൽ വീടണച്ചിരുന്നതേ എന്റെ അച്ഛനാ. ഇനി ഒരക്ഷരം മിണ്ടിയാൽ കുത്തി കീറിക്കളയുന്ന. എടീ, വിജിതമോളെ 9 മണിക്ക് മുമ്പെങ്ങാനും ചെന്ന് വിളിച്ചുണർത്തിയ നിന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. അറിഞ്ഞേക്കാം. എടുത്തേക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. സുശീല എന്ന് പറയുന്നവർക്കേ പണ്ട് മീൻ കച്ചവടമായിരുന്നു ജോലി. അന്ന് ചന്തയിലുള്ള സകല പെണ്ണുങ്ങളോടും വഴക്കായിരുന്നെന്നാ കണ്ണേട്ടൻ പറഞ്ഞത്. ആ സംസ്കാരം ഇപ്പോഴും അവര് കാണിക്കുന്നത്. നിൽക്കുന്നില്ല ചേച്ചി, എന്റെ കൊച്ചിനെ നോക്കിക്കോണേ. ഉണ്ണിയോടും കൂടാ പറഞ്ഞത്. ഒരുപാട് കാലമായില്ലേ ചേച്ചി ഇവിടെ വന്ന് ഓണമൊക്കെ ഉണ്ടിട്ട്. ഇത്തവണ ആ കുറവങ്ങ് നികത്തിയേക്കാം. കണ്ണനില്ലാത്തത് കൊണ്ട് കാരണവർ സ്ഥാനം ഞാൻ ഏറ്റെടുത്തോളാം. പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പാടില്ല എന്ന് 2 എണ്ണത്തിനോട് ഒന്ന് പറഞ്ഞേക്കണം. പുഴുക്കുത്ത് കയറിയ മനസ്സാ, അതുകൊണ്ടാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. മോളെ ശരി, പോട്ടെ മോളെ. ഭക്ഷണത്തിലും കാണിക്കല്ലേ. വൈരാഗ്യം കൂടുതലാണെന്ന് അറിയാം. അതങ്ങ് മനസ്സിൽ ഒതുക്കി വെച്ചിരുന്നാ മതി. ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആണല്ലോ എടുത്തി സംസാരം. പിന്നെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും? തൽക്കാലം അതേ രക്ഷയുള്ളൂ മോളെ. മോളിതൊന്ന് വൃത്തിയാക്കി. ഞാൻ പോയി തുണി കഴുകിയിട്ട് വരാം. അമ്മയോടും വല്യമ്മയോടും ഒക്കെ പ്രായം നോക്കാതെ അവർക്ക് വായി തോന്നുന്നതെന്തും പറയാം. അതൊന്ന് വിലക്കാനാണ് ഉണ്ണിയേട്ടന് പാട്. ഇപ്പഴീ വീട് നോക്കുന്നത് ആരാ? പിന്നെ പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്താ? ഞാനൊന്ന് ശ്രമിക്കാം. ശ്രമിക്കാന്നോ? അല്ല, പറയാം. ഇവിടെ ഇപ്പൊ നടക്കുന്ന ഒന്നും നിന്റെ ഏട്ടന് സഹിച്ചെന്ന് വരില്ല. കാലം മാറിയോ നിങ്ങൾക്ക് അറിയണം. വീടും പറമ്പും കുടുംബവും നോക്കി കഴിയുന്നവരല്ല ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവര്. എന്നിട്ടിപ്പോ പലരും പറമ്പിനെയും കൃഷിയെയും ഒക്കെ സ്നേഹിച്ചു തുടങ്ങി. പലരും മണ്ണിലേക്ക് ഇറങ്ങി തുടങ്ങി. അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും പറയണ്ട. എനിക്കിവിടെ അടിയും പിടിയും വഴക്കുണ്ടാക്കരുതെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. തെറ്റായി അങ്ങ് ക്ഷമിച്ചേക്ക്.
ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ? ജയിൽ പുള്ളികൾ ആരും കണ്ണേട്ടനെ ശല്യം ചെയ്യല്ലേ? എന്റെ കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുവരണേ. അമ്മേ, മഹാമായി, എന്നും അമ്പലത്തിൽ വരുന്നോണ്ടോ ദേവിയെ കാണുന്നോണ്ടോ പ്രയോജനമൊന്നുമില്ല കുട്ടി. കൊക്കിൽ ഒതുങ്ങുന്നതേ